നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് മൂസ് പുഡിംഗ് ആണ്. ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കാം. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു സോസ് പാൻ എടുക്കാം. അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി 2 കപ്പ് പാലാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. കുറച്ച് പാലിനകത്തേക്ക് ഒഴിച്ചിട്ട് ഈ കൊക്കോ പൗഡറും കോൺഫ്ലോറും ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ബാക്കിയുള്ള പാലും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 2 കപ്പ് പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഹെവി ക്രീം ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ പാൽപ്പാട ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. കുറച്ച് തിക്കാകണ വരെ കൈ വിടാതെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതൊരു വിധം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവട്ടെ, അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെറ്റാവാനായിട്ട് വെക്കാനുണ്ട്. അപ്പോൾ സെറ്റാവാൻ വെക്കാൻ വേണ്ടിയുള്ള ബൗൾ നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. കുറച്ച് ബട്ടറോ ഓയിലോ ഒന്ന് തേച്ച് കൊടുത്തൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ചോക്ലേറ്റ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ ഒന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കണം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് മൂസ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ പൗഡറും കൂടി വിതറി ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കോമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്